നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് അതിക്രമം ആരോപിച്ച് മണ്ണാർക്കാടും ഒറ്റപ്പാലത്തും കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. മണ്ണാർക്കാട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. കേരളത്തിൽ UDF ശക്തമായ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. CPM-ന് വരാൻ പോകുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ. 1000 നവകേരള സദസ്സുകൾ നടത്തിയാലും CPM-ന് കേരളത്തിൽ വോട്ട് ലഭിക്കില്ലെന്ന് PK ഫിറോസ്. മണ്ണാർക്കാട് നഗരസഭയിൽ അങ്കണവാടികൾ സ്മാർട്ടാക്കുന്ന പദ്ധതി വാർഡ് കൗൺസിലർമാരെ അറിയിച്ചില്ലെന്ന ആക്ഷേപം. കൗൺസിലിൽ വിഷയത്തെ ചൊല്ലി ബഹളം. സ്വന്തം ഇഷ്ടപ്രകാരം ICDS സൂപ്പർവൈസർ പദ്ധതി നടപ്പാക്കുന്നുവെന്ന് കൗൺസിലർമാർ. അട്ടപ്പാടിയിൽ കൂട്ടം തെറ്റി കിണറ്റിലകപ്പെട്ട കാട്ടാനക്കുട്ടിയെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി. ആനക്കുട്ടിയെ തമിഴ്നാട് വനമേഖലയിലേക്ക് വിട്ടയച്ചു. ക്രിസ്മസും ന്യൂ ഇയറും എത്തിയിട്ടും സപ്ലൈകോയിൽ വേണ്ടത്ര സബ്സിഡി സാധനങ്ങളും അരിയുമില്ലാത്തതിൽ പ്രതിഷേധം. ഷൊർണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സപ്ലൈകോ സ്റ്റോർ ഉപരോധിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. തെങ്കര, മണ്ണാർക്കാട്, കുമരംപുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളും. സെക്രട്ടേറിയറ്റ് സമരത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് നേതാക്കളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ആശുപത്രിപ്പടിയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPM-നും DYFIക്കും മറ്റൊരു നിയമമാണ് ഈ രാജ്യത്ത്. ഈ പിണറായി വിജയൻ തന്നെ ഈ കരിങ്കൊടി പ്രതിഷേധ പ്രകടനത്തിൽ ഈ അസഹിഷ്ണുത കാണിക്കുന്ന പിണറായി വിജയനാണല്ലോ കേരളത്തിലെ ഗവർണർക്കെതിരായി കരിങ്കൊടി വീശാൻ SFIയുടെ പ്രവർത്തനം വിട്ടത്. ഈ മണ്ണാർക്കാട്ടുകാരനായിട്ടുള്ള R. ഷോ എന്ന് പറയുന്ന KSUവിന്റെ SFIയുടെ ഒരു സെക്രട്ടറി, ആ സെക്രട്ടറിയെ അവിടെ സമരം ചെയ്തപ്പോ വൃത്തികേട് കാണിച്ചപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഗവർണറെ തടഞ്ഞുകൊണ്ട് ന്യായമല്ലാത്ത സമരം ചെയ്തപ്പോ ആ R. ഷോയെ എന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ SP മാറ്റി നിർത്തി. എന്തൊരു സ്നേഹമാണ് പോലീസിന്റെ അവസ്ഥയോട്. അപ്പൊ CPM-ന്റെ ആളുകളോട് ഒരു നയം, കോൺഗ്രസിന്റെ ആളുകളോട് ഒരു നയം, അത് ഇവിടുത്തെ പോലീസ് അവസാനിപ്പിക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ K. ബാലു, VV ഷൗക്കത്ത് അലി, അൻവർ ആമ്പാടത്ത്, V. പ്രീത, ഹരിദാസ് ആറ്റക്കര, VD പ്രേംകുമാർ, ഫിലിപ്പ്, സക്കീർ തയ്യിൽ, ലൈല M, ആലിസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സമരക്കാർക്ക് നേരെ പോലീസ് അതിക്രമം നടത്തുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC അംഗം P. നന്ദബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സമരക്കാർക്ക് നേരെ പോലീസ് അതിക്രമം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. KPCC അംഗം P. നന്ദബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
അടിമേടിച്ചു പോകുന്ന കാഴ്ച കോൺഗ്രസുകാരിൽ ഉണ്ടാവില്ല എന്ന് അസന്ധിഗ്ധമായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുകയാണ് നവകേരള സദസ്സിനോട് കോൺഗ്രസിന് അലർജിയാണ് എന്ന്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നവകേരള സദസ്സിനോട് മാത്രമല്ല നിങ്ങളുടെ ദുർഭരണത്തിന് തന്നെ ഞങ്ങൾക്ക് അലർജിയാണ്. പ്രിയപ്പെട്ട സഖാക്കൾ ഓർമ്മിക്കണം, അവർ ചിന്തിക്കണം, ഞങ്ങൾ സമരം ചെയ്യുന്നത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, പാവപ്പെട്ട സഖാക്കൾക്ക് കൂടി വേണ്ടിയാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സമരമുഖങ്ങൾ എന്നുള്ളത് സഖാക്കൾ, സാധാരണക്കാരായ സഖാക്കൾ ഓർമ്മിച്ചാൽ നന്നായിരിക്കും. നവകേരള സദസ്, ആഡംബരമായ ബസ്, മിഷ്ടാന്നമായ ഭക്ഷണം, പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും പണപ്പിരിവും, കണക്കില്ലാത്ത പണപ്പിരിവ്, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വല്ല ബോധ്യമുണ്ടോ? DCC ജനറൽ സെക്രട്ടറി കെ ശ്രീവത്സൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രതീഷ് പുതുശ്ശേരി, മുഹമ്മദ് അലി നാലകത്തെ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർണാടകയിൽ തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് അധികാരത്തിൽ വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ ബംഗാളിലും ത്രിപുരയിലും CPMന്റെ സ്ഥിതി ഓർക്കണം. ജനാധിപത്യ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കേരളത്തിലും ശക്തമായി തിരിച്ചുവരാൻ കോൺഗ്രസിനും മുന്നണിക്കും കഴിയുമെന്നും KM ഷാജി പറഞ്ഞു. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടും തിരിച്ചുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞത് അതൊരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളൊരു ഫാഷിസ്റ്റ് സംഘടനയാണ് എന്നതുകൊണ്ടാണ് വരാനാവാതിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, സഖാക്കളോട് ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു. ഒരു ചെറിയ ജയമായിരുന്നില്ല. അവിടുത്തെ വളരെ ചെറിയ ശതമാനം മുസ്ലിങ്ങൾ മാത്രമേ കർണാടകയിൽ ഹിജാബായിരുന്നു BJPയുടെ ആയുധം. 82% ഹിന്ദുക്കളുണ്ട് അവിടെ. സിദ്ധരാമയ്യ ഒരു ഭാഗത്ത്, DK ശിവകുമാർ മറുഭാഗത്ത് ഒരുമിച്ചിരുന്നു. അവരാ തെരഞ്ഞെടുപ്പിനെ നയിച്ചു. ഞങ്ങളെക്കൊക്കെ ആകാവുന്ന ഞങ്ങളുടെ MCCയുടെ പ്രവർത്തകന്മാർ, പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒക്കെയും മനസ്സറിഞ്ഞ് അന്ന് ആ തെരഞ്ഞെടുപ്പിനെ കൂടെ നിന്നു. പ്രചാരണങ്ങൾക്ക് ഞാനടക്കമുള്ള ആളുകൾ വലിയ കാര്യമുണ്ടായിട്ടല്ല, കൂടെ നിന്നു കൊടുക്കാൻ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. കൊപ്പത്ത് സജ്ജമാക്കിയ സെയ്ദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നഗരിയിലായിരുന്നു സമ്മേളനം. മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് T റിയാസുദ്ദീൻ ഭൂരഹിതരായ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന സ്ഥലത്തിന്റെ ആധാര കൈമാറ്റവും ചടങ്ങിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP വിശിഷ്ടാതിഥിയായി. ലീഗിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ആമയൂരിൽ നിന്ന് ബഹുജന റാലിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന യൂത്ത് മാർച്ചിന് കോട്ടപ്പാടത്ത് നിന്ന് തുടക്കമായി. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പതാക കൈമാറി. ജാഥ ക്യാപ്റ്റൻ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ, വൈസ് ക്യാപ്റ്റൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത എന്നിവർ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N ഷംസുദ്ദീൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഫാസിസം അഴിഞ്ഞാടുകയാണെന്നും അതിനെതിരെ യുവാക്കൾ പോരാടണമെന്നും N ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഗാന്ധിജിയുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള പ്രയത്നത്തിലാണ് കേരളത്തിലെ യൂത്ത് ലീഗ് എന്നും ഷംസുദ്ദീൻ പറഞ്ഞു. വിദ്വേഷത്തിനെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കാൻ, ജനമനസ്സുകളെ ഒന്നിപ്പിക്കാൻ തങ്ങളാൽ കഴിയുന്നത് തങ്ങളിവിടെ നിർവഹിക്കുമെന്നാണ് യൂത്ത് ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഈ പ്രമേയത്തിന്റെ 2ാം ഭാഗത്തിൽ നമ്മൾ പറയുന്നത് ദുർഭരണത്തിനെതിരെ എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി
ദൃശ്യ പത്ര മാധ്യമങ്ങൾ കാണുന്നവർ എന്താ സ്ഥിതി? നമ്മുടെ രാജ്യത്ത് ഒരു നവകേരള സദസ്സെന്നും പറഞ്ഞ് 1.5 മാസമായി പിണറായിയും മന്ത്രിമാരും റോട്ടിലാണ്, ഭരണകേന്ദ്രത്തിലില്ല. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ എല്ലായിടത്തും പോയി ജനങ്ങളെ കണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം സുഗമമാക്കാൻ പോവുകയാണ്, അല്ലേ? ഇതിനു മുമ്പും കേരളം ജനസമ്പർക്ക പരിപാടികൾ കണ്ടിട്ടുണ്ട്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ യാത്ര മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ സമാപിച്ചു. സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. 1000 നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചാലും കേരളത്തിൽ CPM-ന് വോട്ട് ലഭിക്കില്ലെന്ന് PK ഫിറോസ് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടില്ലേ? ആ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞപ്പോ ഈ നാട്ടിലെ ജനങ്ങൾ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? 1000 പരാതി കിട്ടി. ആ മനുഷ്യൻ രാവിലെ മുതൽ രാത്രി വരെ നിന്ന നിപ്പിൽ ആ പരാതി മുഴുവൻ സ്വീകരിച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ അപ്പൊ തന്നെ തീർപ്പ് കൽപ്പിച്ചു, ഇല്ലേ? ഈ സർക്കാരിന്റെ പരാതി, ഈ നവകേരള സദസ്സിൽ എന്തെങ്കിലും പരാതി പരിഹരിക്കുന്നതായി ആരെങ്കിലും കണ്ടോ? പരാതി പരിഹരിക്കാനല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു. ഇവര് കുറച്ച് ആൾക്കാർക്ക് 10-20 മന്ത്രിമാർക്ക് ഇങ്ങനെ നാട് മുഴുവൻ അങ്ങനെ നടക്കണം. കാരണം എന്താണെന്നറിയോ? സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ വയ്യ. കാരണം സെക്രട്ടറിയിൽ പോയാൽ കുടിശ്ശികയോട് കുടിശ്ശികയാണ്, എല്ലാത്തിലും കുടിശ്ശിക, കരാറുകാർക്ക് കുടിശ്ശിക. നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്. കേരള സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലും മാർച്ച് നടത്തുന്നുണ്ട്. ശനിയാഴ്ച കോങ്ങാട് മണ്ഡലത്തിലാണ് പരിപാടി. ഡിസംബർ 31-ന് തൃത്താല കൂറ്റനാട് മാർച്ച് സമാപിക്കും. വൈസ് ക്യാപ്റ്റൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത്, ജാഥ ഡയറക്ടർ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, ജാഥ ചെയർമാൻ ഗഫൂർ കൊൽക്കളത്തിൽ, ജാഥ കോർഡിനേറ്റർ KPM സലീം, ജില്ലാ സെക്രട്ടറി നൌഫൽ കളത്തിൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജില്ലാ സെക്രട്ടറി TA സിദ്ദിഖ്, ട്രഷറർ PMA സലാം, KK അസീസ്, C മുഹമ്മദ് ബഷീർ, റഷീദ് അലായൻ, കല്ലടി അബൂബക്കർ, പൊൻപാറ കോയക്കുട്ടി, ഹുസൈൻ കൊളശ്ശേരി, ഉനൈസ് മാരായമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് എത്തിയിട്ടും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ല. ഷൊർണൂരിൽ സപ്ലൈകോ സ്റ്റോർ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സർക്കാരെ സബ്സിഡി എവിടെ? സർക്കാരെ സബ്സിഡി എവിടെ? സർക്കാരെ ജനങ്ങളെയാകെ കട്ടുമുടിക്കും, ജനങ്ങളെയാകെ കട്ടുമുടിക്കും, ജനങ്ങളെയാകെ കട്ടുമുടിക്കും, ജനങ്ങളെയാകെ കട്ടുമുടിക്കും. സർക്കാരെ മാപ്പ് പറയൂ, സർക്കാരെ മാപ്പ് പറയൂ, സർക്കാരെ. ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ ആയിട്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുഴുവനും അരിയും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഷൊർണൂർ സ്റ്റോറിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി T സീന ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് വിനീത് കുമാർ അധ്യക്ഷത വഹിച്ചു. ആഷിഖ് തോണിക്കടവിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം സുജിത് കുമാർ, വിനോദ് പുത്തൻവീട്ടിൽ, R യോഗേഷ്, T സൽമാൻ, ബഷീർ, അഭിയാൻ, അർഷൽ തുടങ്ങിയവർ സംസാരിച്ചു. അട്ടപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനക്കുട്ടിയെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി. 10 വയസ്സ് തോന്നിക്കുന്ന കൊമ്പനാനക്കുട്ടിയാണ് കിണറ്റിൽപ്പെട്ടത്. ഷോളയൂർ വട്ടലക്കിയിലാണ് 10 വയസ്സിലധികം പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ കിണറ്റിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയിൽ കൂട്ടം തെറ്റി കിണറ്റിൽ അകപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം അറിഞ്ഞെത്തിയ വനപാലകരുടെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴിയൊരുക്കിയാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. തുടർന്ന് ആനക്കുട്ടിയെ തമിഴ്നാട് വനമേഖലയിലേക്ക് വിട്ടയച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ അങ്കണവാടികൾ സ്മാർട്ടാക്കുന്ന പദ്ധതി കൗൺസിൽ അംഗങ്ങൾ അറിയാതെ നടപ്പാക്കുന്നതിനെതിരെ കൗൺസിൽ യോഗത്തിൽ ബഹളം. ICD സൂപ്പർവൈസർ സ്വന്തം ഇഷ്ടപ്രകാരം പദ്ധതി നടപ്പാക്കുകയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. സ്വന്തം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളാണ് സ്മാർട്ടാക്കുന്നത്. പദ്ധതി നടപ്പാക്കാനുള്ള പദ്ധതിയുടെ കരാർ നൽകുന്നതിനുള്ള അപേക്ഷ അംഗീകാരത്തിനായി കൗൺസിൽ യോഗത്തിൽ എത്തിയപ്പോഴാണ് പലരും ഇത് അറിയുന്നത്. ഇതോടെ കൗൺസിൽ അംഗങ്ങൾ ബഹളം വെച്ചു. അതാത് വാർഡുകളിലെ കൗൺസിലർമാർ അറിയാതെ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കൗൺസിലർമാർ ശഠിച്ചു. ഇത്തരം കാര്യങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റൂ എന്ന് CPM കൗൺസിലർ K മൻസൂർ പറഞ്ഞു. വാടക 3 അംഗനവാടി ഉണ്ട്, വാടക ഇല്ലാതെ 3 അതിലേ നമ്മൾ ചോദിച്ചത്. വാടക കെട്ടിടത്തിന്റെ കൂടി വാടകത്തിന്റെ പോട്ടെ, പോട്ടെ, വാടക കെട്ടിടത്തിന് ഞാൻ അതാണ് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ പറയാം, നമ്മളോട് കേൾക്കാം, അത് ശരിയല്ല. ഇതിനൊരു രൂപം ഉണ്ടാക്കണം. ഇന്നതാണ് വാർഡ് കൗൺസിലർമാരെ വിളിക്കണം. നമ്മൾ ഇന്നലെ സെബാസ്റ്റ്യൻ പറഞ്ഞ മാതിരി വാർഡ് സഭയിൽ 2 അംഗനവാടിയിലെ ടീച്ചർമാരെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ എന്തൊക്കെ ഉത്തരം പറഞ്ഞു പോരില്ലാതെ രക്ഷയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതൊക്കെ നമ്മൾ ഇപ്രാവശ്യം എടുത്തു പറയേണ്ടി വന്നു. നേരെ മറിച്ച് ഇതിന്റെ കൃത്യമായ വിവരം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വെക്കാറുണ്ട് വാർഡ് സഭയിൽ. അതൊന്നും പറഞ്ഞില്ല. ഒരു കാര്യങ്ങളും നമ്മളോട് പറയാതെ ഇവിടെ വരുന്നു, എന്തൊക്കെ എടുക്കണു, അത് ശരിയല്ല.
നിലവിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ കൗൺസിലർമാർ പരിശോധിച്ച് അറിയിച്ചാൽ മാറ്റം വരുത്താമെന്നും ICDS സൂപ്പർവൈസറിൽ നിന്നും വിശദീകരണം തേടാനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയിൽ സ്ഥാപിച്ച LED ലൈറ്റുകളുടെ വാർഷിക അറ്റകുറ്റപ്പണിയിൽ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നൽകിയ തുക തിരിച്ചുപിടിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. പൊതുശുചിമുറികൾ നിർമ്മിക്കാനും നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണി നടത്താനും കൗൺസിൽ തീരുമാനമായി. നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. അലനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പൂർത്തീകരിച്ച 60 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ പ്രസിഡന്റ് V. പ്രീത ഉദ്ഘാടനം ചെയ്തു. 2021, 22, 23 വാർഷിക പദ്ധതികളിലാണ് പ്രവൃത്തി നടത്തിയത്. ആശുപത്രിയുടെ ജീർണാവസ്ഥയിലായിരുന്ന ചുറ്റുമതിലുകൾ നവീകരിച്ച് പ്ലാസ്റ്ററിംഗ് ചെയ്ത് പെയിന്റിംഗ് പ്രവൃത്തികൾ നടത്തി. കൂടാതെ OP ബ്ലോക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പെയിന്റിംഗ് നടത്തി. ആശുപത്രിയുടെ മുറ്റം പൂർണ്ണമായും ഇന്റർലോക്ക് പതിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെയും ക്വാർട്ടേഴ്സിൻ്റെയും ഇലക്ട്രിക് വയറിംഗ് എന്നിവ മാറ്റി നവീകരിച്ചു. ബ്ലോക്ക് ഡിവിഷൻ അംഗം V. അബ്ദുൾ സലീം 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ ശുചിമുറി കെട്ടിടവും നിർമ്മിച്ചിരുന്നു. 2021, 22, 23 വാർഷിക പദ്ധതികളിലായി 60 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ആശുപത്രിയിൽ നടത്തിയത്. പണി പൂർത്തീകരിച്ച പ്രവൃത്തികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത ഉദ്ഘാടനം ചെയ്തു. ഏതൊരാൾക്കും ആതുര സേവനം നടത്തുന്ന ആളുകളെ, പാലിയേറ്റീവ് നടത്തുന്ന ആളുകളെയൊക്കെ തന്നെയാണ് ഏതൊരു ജീവിയായാലും ഇഷ്ടപ്പെടുക. മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹിക്കാനും അറിയുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് വിലയുള്ളൂ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളെ തന്നെയാണ് അലനല്ലൂരിൻ്റെ ഡിവിഷൻ ഈ 4 മെമ്പർമാരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ മുഖ്യാതിഥിയായി. ഡിവിഷൻ അംഗം V. അബ്ദുൾ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP ബുഷറ, ബിജി ടോമി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷാബി ആറാട്ടുതൊടി, ജില്ലാ പഞ്ചായത്ത് അംഗം M. മെഹർബാൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K. റംലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P. ഷാനവാസ്, മണികണ്ഠൻ വടശ്ശേരി, തങ്കം മഞ്ചാടിക്കൽ, PV കുര്യൻ, ആയിഷ ബാനു കാപ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P. മുസ്തഫ, K. ഹംസ, അജിത വിത്തനോട്ടിൽ, ലൈല ഷാജഹാൻ, പൊതുപ്രവർത്തകരായ K. വേണു, അഷറഫ്, K. രവികുമാർ, ബാബു മൈക്രോടെക് തുടങ്ങിയവർ പങ്കെടുത്തു. ചെസ്സിലും ചെർപ്പളശ്ശേരിയുടെ കയ്യൊപ്പ്. കാറൽമണ്ണയിൽ വെച്ച് നടന്ന ചെർപ്പളശ്ശേരി ട്രോഫി ഓൾ കേരള ചെസ് ഫെസ്റ്റിൽ മാറ്റുരച്ചത് 100-ലധികം മത്സരാർത്ഥികൾ. കാറൽമണ്ണ NNNM UP സ്കൂളും ചെർപ്പളശ്ശേരി ബ്രെയിൻ സ്റ്റോം ചെസ് അക്കാദമിയും സംയുക്തമായാണ് ചെർപ്പളശ്ശേരി ട്രോഫി ഓൾ കേരള ചെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിന്നിംഗ് മൂവ് എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരം നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാറൽമണ്ണ NNNM UP സ്കൂളിൽ വെച്ച് 3 കാറ്റഗറികളിലായി നടന്ന മത്സരങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ ചെസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്കൂളിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെയും നിലവിൽ തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായ കാറൽമണ്ണ NNNM UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അൽഫാസിനെയും ചടങ്ങിൽ ആദരിച്ചു. ചെസ് പ്രേമികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. നമുക്കറിയാം, ഏതൊരു ചെസ് പ്രേമിയുടെയും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അവൻ്റെ കളിയുടെ മെച്ചപ്പെടാനുള്ള രീതിയും എന്ന് പറഞ്ഞത് ചെസ് മത്സരങ്ങൾ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള അവസരങ്ങൾ പരമാവധി ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം മത്സരങ്ങളുടെ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ചെസ് മത്സരത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന, ചെസ് പ്രേമികളെല്ലാം കൊതിക്കുന്ന, സ്കൂളിൽ നിന്നും ലഭിക്കുന്ന പരമാവധി സഹകരണം കൊടുത്തുകൊണ്ട് ഓരോ ചെസ് പ്രേമിയെയും ഓരോ ചെസ് കളിക്കാരനെയും പരമാവധി നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്ന രീതിയിൽ ഈ സ്കൂൾ ചെയ്യുന്നുണ്ട്. സ്കൂൾ PTA എക്സിക്യൂട്ടീവ് മെമ്പർ രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കായികാധ്യാപകൻ സുദീപ് കുമാർ, ഹെഡ് മിസ്ട്രസ് KK ലേഖ, അധ്യാപകനായ ശ്രീകാന്ത്, ബ്രെയിൻ സ്റ്റോം ചെസ് അക്കാദമി ഡയറക്ടർ ഡോക്ടർ സമീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻസ് അസോസിയേഷൻ ചെർപ്പളശ്ശേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെ യോഗത്തിൽ അനുമോദിച്ചു. ചെർപ്പളശ്ശേരി അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന യോഗം സംഘടനയുടെ സംസ്ഥാന ട്രഷറർ C. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെ യോഗത്തിൽ അനുമോദിച്ചു.
അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന കലണ്ടറിന്റെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CS ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് PV സാജൻ, യൂണിറ്റ് സെക്രട്ടറി K ഹരിദാസ്, സുരേഷ് ബാബു, മുസ്തഫ, സംഘടനാ നേതാക്കളായ KV സ്രാജുട്ടി, T അപ്പുണ്ണി, സത്യചന്ദ്രൻ, യൂണിറ്റ് ട്രഷറർ NK വിജയകുമാർ, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ ചെറുകര AUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 1987-88 വർഷത്തിൽ സ്കൂളിൽ പഠിച്ച 7ാം ക്ലാസ്സുകാർ ഒത്തുകൂടുന്നു. ഡിസംബർ 25-ന് നടക്കുന്ന പരിപാടിയെ സംബന്ധിച്ച് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി അനേകായിരങ്ങൾക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ ചെറുകര AUP സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ 1987-88 വർഷത്തിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഒത്തുകൂടുന്നത്. പരിപാടി സംബന്ധിച്ച് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. 88 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള ബാച്ചിന്റെ കൂട്ടായ്മയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് ചേരുന്നത്. അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ പൂർവ്വ അധ്യാപകരെ ആദരിക്കുകയും മരിച്ചുപോയ അധ്യാപകരെ അനുസ്മരിക്കുകയും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ സഹപാഠികളെ അവരുടെ കുടുംബാംഗങ്ങളോട് കൂടി നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടി വെച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ആദരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി നമ്മുടെ സ്കൂളിൻ്റെ പ്രോഗ്രാം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ ചെയ്യുന്നത്. ഓട്ടോഗ്രാഫ് എന്ന പേരിലാണ് സംഗമം നടക്കുന്നത്. മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും സംഗമത്തിൽ അനുസ്മരിക്കും. മുൻ പ്രധാനാധ്യാപിക സത്യഭാമ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ KP ഷമീന, മനോജ് മുല്ലശ്ശേരി, സൈബ CK, C ഷമീം, ആബിദ് KP എന്നിവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി നഗരസഭ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ആടാം പാടാം കിഡ്സ് കാർണിവൽ വർണ്ണാഭമായി. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിനായി നഗരസഭ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭാ പരിധിയിലെ 15 വിദ്യാലയങ്ങളിൽ നിന്നായി 500ഓളം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ആടാം പാടാം എന്ന പേരിൽ കിഡ്സ് കാർണിവൽ സംഘടിപ്പിച്ചത്. ചെർപ്പളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, അംഗനവാടിയിൽ പോയിരുന്ന കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളിലേക്കൊക്കെ തന്നെ കൂടുതൽ കുട്ടികളെ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ എല്ലാ സ്കൂൾ കേന്ദ്രീകരിച്ചും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമായി വന്ന കാലത്ത് 3 വയസ്സാവുന്നതോടുകൂടി തന്നെ നമ്മളൊക്കെ തന്നെ ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയച്ചതുമാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വന്നതിൻ്റെ ഭാഗമായി തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിലാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നമ്മുടെ 7 മേഖലകളിൽ എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കിയതും അവർക്ക് ആവശ്യമായ പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഞാൻ നിങ്ങൾ പ്രസംഗം കേൾക്കാവുന്ന ഒരു മോഡിലല്ല എന്ന് ബോധ്യമുണ്ട്. കളിയും ചിരിയുമായി വിദ്യാർത്ഥികൾ വേദിയിലെത്തിയപ്പോൾ വ്യത്യസ്തമായ അനുഭവമാണ് കാഴ്ചക്കാർക്കും ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ VT സാദിഖ് ഹുസൈൻ, VP സമീദ്, സഫന പാറയ്ക്കൽ, KT പ്രമീള, K മിനി, മറ്റ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് ഹരിത സാന്റോയും. കുലിക്കലൂർ ഗ്രാമപഞ്ചായത്തിലാണ് വേറിട്ട ഈ ക്രിസ്മസ് ആഘോഷം നടന്നത്.
സാധാരണ ക്രിസ്മസ് സാന്റോ എത്താറ് ചുവപ്പ് വേഷത്തിലും തൊപ്പിയിലുമെല്ലാമാണ്. എന്നാൽ കുലുക്കല്ലൂരിൽ കഴിഞ്ഞ ദിവസം എത്തിയത് പച്ച നിറത്തിലുള്ള സാന്റോ. ഹരിതകർമ്മസേന ഒരുക്കിയ ക്രിസ്മസ് പരിപാടിയിലായിരുന്നു വേറിട്ട ഈ കാഴ്ച. ഗ്രീൻ സാന്റയും ഹരിതകർമ്മസേന അംഗങ്ങളും കാൽനടയായി കുലുക്കലൂർ ALP സ്കൂളിൽ എത്തുകയും കുട്ടികളുടെ ഒപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പറയുകയും അവരെ ബോധവൽക്കരിക്കുകയും ഗ്രീൻ സന്ദേശം കൈമാറുകയും ചെയ്തു. ഇവര് മാത്രം പച്ചയാണ്. അപ്പൊ അതിന്റെ ഒരു കാരണം അവര് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ്? ഹരിതകർമ്മസേനക്കാരുടെയാണ് അല്ലേ? ഗ്രീൻ സാന്റ കുട്ടികൾക്ക് മധുരവിതരണവും നടത്തി. ഗ്രീൻ സാന്റ അറ്റ് സ്കൂൾ ആൻഡ് സ്ട്രീറ്റ് എന്ന പേരിൽ നടന്ന ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ പുതിയ വർഷത്തെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും കൈമാറണം എന്ന ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു പ്രചരണ ജാഥ, വിളംബര ജാഥ നടത്തുകയാണ്. പഞ്ചായത്ത് മുതൽ നമ്മളെ വില്ലത്ത് സ്കൂളിൽ സമാപിക്കുന്ന തരത്തിലുള്ള അവരെ കൂടി ഈ ഒരു പ്രചരണം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണം. എന്തായാലും ഇതിന് തയ്യാറായ ഹരിതകർമ്മസേന ടീമിന് കുലുക്കലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ലേഖ, അസിസ്റ്റന്റ് സെക്രട്ടറി ശാലിനി, വാർഡ് മെമ്പർ റോഷ്നി എസ് രാജ്, സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് ഗ്രീൻ സാന്റയും സംഘവും മുളയങ്കാവ് ടൗണിൽ ഗ്രീൻ സന്ദേശയാത്ര നടത്തി. വാർഡ് മെമ്പർ ആസിയ, കുടുംബശ്രീ CDS ശ്രീജ, ഗ്രീൻ വേംസ് പ്രതിനിധിയും ഹരിതകർമ്മസേനയും കോർഡിനേറ്ററുമായ ശരൺ റാം എന്നിവരും പങ്കെടുത്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3ാം വാർഷികാഘോഷങ്ങളിൽ വെട്ടത്തൂർ ആകാശപ്പറവയിലെ അന്തേവാസികളെ കൂടി ഉൾപ്പെടുത്തി ഭരണസമിതി. കളിയും ചിരിയും പാട്ടും കലാപരിപാടികളുമായിട്ടായിരുന്നു ഒത്തുചേരൽ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3ാം വാർഷികാഘോഷം വ്യത്യസ്തമാക്കി ഭരണസമിതി. വിവിധ ആഘോഷ പരിപാടികൾക്കിടയിൽ പ്രസിഡന്റ് AK മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരു ദിവസം ചെലവിട്ടത് വെട്ടത്തൂർ ആകാശപ്പറവയിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. പാട്ടും മിമിക്രിയും മറ്റ് കലാപരിപാടികളും അവതരിപ്പിച്ച് അവർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ ആവേശത്തിലാക്കി. കലാപരിപാടികൾക്ക് ശേഷം പ്രാർത്ഥനയോടെ ഒരുമിച്ചിരുന്നവർ ഭക്ഷണം കഴിച്ചു. തുടർന്ന് വിശേഷങ്ങൾ ചോദിച്ചും പങ്കുവച്ചുമാണ് അംഗങ്ങൾ മടങ്ങിയത്. ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കാണെന്ന് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് ഇതല്ലാതെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. നമ്മുടെ ഒരു വാർഷിക പരിപാടി എന്നുള്ള നിലക്ക് അത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടി വേറെ പരിപാടികളൊക്കെ വന്നെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇന്നത്തെ ഈ ദിവസം നിങ്ങളോടൊപ്പം നമ്മളിപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ തലേ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഒന്നിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയൊരാണ്ട് പിറക്കാനും വേണ്ടി പോവുകയാണ്. എല്ലാം കൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ വാർഷികമാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത്, സ്ഥിരസമിതി അധ്യക്ഷരായ PK അയമു, അസീസ് പട്ടിക്കാട്, ഡിവിഷൻ അംഗം മുഹമ്മദ് നഈം, ഷൗക്കത്ത് നാലകത്ത്, വിൻസി അനിൽ, P ഗിരിജ, വാസുദേവൻ, പ്രബീന ഹബീബ്, VT മുൻഷീർ, റജീന, M കമലം, ഫാദർ ജോസ് കണ്ണമ്പള്ളി, ഫാദർ എൽജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഇഹപര സുകൃതം
വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിൽ നടന്ന ദേശീയ ഖേലോ മാസ്റ്റേഴ്സ് ഗെയിംസിൽ മികച്ച നേട്ടവുമായി കേരള ഫുട്ബോൾ ടീമുകൾ. 40 വയസ്സിന് മുകളിലുള്ളവരുടെ ഫുട്ബോൾ ടീം 2ാം സ്ഥാനവും 50 വയസ്സിന് മുകളിലുള്ളവരുടെ ഫുട്ബോൾ ടീം 3ാം സ്ഥാനവും നേടി. വെറ്ററൻസ് താരങ്ങൾക്ക് പരിഗണനയും അവസരങ്ങളും നൽകണമെന്ന് ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിൽ പങ്കെടുത്തവർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡൽഹിയിൽ നടന്ന 3ാമത് ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിലാണ് കേരളം മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. സംസ്ഥാന ഖേലോ മാസ്റ്റേഴ്സ് മീറ്റിൽ വിജയിച്ച 2 ഫുട്ബോൾ ടീമുകൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ഗെയിംസിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ ടീമാണ് സംസ്ഥാന മത്സരത്തിൽ ജേതാക്കളായി ദേശീയ ഗെയിംസിൽ പങ്കെടുത്തത്. 40 വയസ്സിന് മുകളിലുള്ളവരുടെ ഫുട്ബോൾ ടീം 2ാം സ്ഥാനവും 50 വയസ്സിന് മുകളിലുള്ളവരുടെ ഫുട്ബോൾ ടീം വെങ്കലവും നേടി. വെറ്ററൻസ് താരങ്ങൾക്ക് വേണ്ട പരിഗണനയും അവസരങ്ങളും നൽകണമെന്ന് ദേശീയ ഗെയിംസിലെ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാതറലി സ്പോർട്സ് ഒരു വെറ്ററൻസ് ഫുട്ബോൾ നടത്തുന്നുണ്ട്. അതൊരു പരിഗണനയുള്ളൂ. കുറേ ആളുകൾ ടീം കൊടുക്കുന്നു, അവർ ആവേശത്തോടു കൂടി വരുന്നു, കളിക്കുന്നു, പോകുന്നു. അതേമാതിരിയുള്ള ഓരോ ഫീൽഡിലും നമുക്കൊരു പരിഗണന കിട്ടിക്കഴിഞ്ഞാൽ, അല്ലാതെ ഈ പറഞ്ഞ മാതിരി നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്ത് നാളെ ജോലി എടുക്കണം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അവർക്ക് ഡൽഹിക്ക് കളിക്കാൻ പോയി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കാനോ നടക്കില്ല. അത് ശരിയുമല്ല. ആ രൂപത്തിലേക്കല്ല പോകേണ്ടത്. നമ്മൾ മൊത്തത്തിലുള്ള ഒരു പരിഗണന നമുക്ക് കിട്ടുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇതിലേക്ക് പ്രാക്ടീസിന് ഇറങ്ങും. അപ്പോൾ ആളുകളൊക്കെ ഓരോ സ്ഥലത്തും ഓരോ ഈ കളികളും കാര്യങ്ങളും നടത്തുമ്പോൾ എല്ലാവരും ഇതിലിങ്ങനെ ഫീൽഡിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒതുങ്ങിക്കൂടാതെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസിലെ മറ്റിനങ്ങളിലും കേരള താരങ്ങൾ പങ്കെടുത്തിരുന്നു. മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടീമുകൾ ദേശീയ ഗെയിംസിൽ കളിച്ചത്. കേരള ടീമുകളുടെ വിജയത്തിൽ താരങ്ങൾ വാർത്താസമ്മേളനത്തിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. മുൻ KSCB താരം സുരേന്ദ്രൻ മങ്കട, ഷാജി ആലങ്ങാടൻ, നൌഷാദ് വണ്ടൂർ, മുസ്തഫ പുക്കൂത്ത്, റിയാസ്, ഇസ്മയിൽ കിഴിശ്ശേരി, റഫീഖ് മേമന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 7 ജില്ലകളോളം ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ പ്ലേയേഴ്സുകളുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ സുരേട്ടൻ്റെ കോച്ചിങ്ങിലൂടെ അന്ന് ഇവിടെ മാസ്റ്റേഴ്സിൽ കേരള മാസ്റ്റേഴ്സിൽ പോയി കളിച്ചത്. അതൊക്കെ നമ്മുടെ ഈ നാടിൻ്റെ ഒരു അഭിമാനം. കാരണം മലപ്പുറം എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെ നമ്മൾ നിർത്തിവെച്ച പ്ലേയേഴ്സുകളെ എനത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രയാസം. ഇപ്പം നമ്മൾക്കൊക്കെ അറിയാം, കളി നിർത്തിവെച്ചാൽ വ്യായാമങ്ങൾ നിർത്തിവെച്ചാൽ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലാ വെറ്ററൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് MVSF എന്ന സംഘടനക്ക് നമ്മൾ രൂപം കൊണ്ടു. അതിന് ഫുട്ബോൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ ചാരിറ്റിയും കൂടി നമ്മൾ ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ആളുകളുടെ ഇടയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, കുറേ ആളുകൾക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മരിച്ചുപോയ ആളുകളെ സഹായിക്കുന്നുണ്ട്. നിലവിൽ സുഖമില്ലാത്ത ആളുകൾ ഞങ്ങളൊരു വമ്പൻ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ സഹായം അഭ്യർത്ഥിക്കും അവർക്കൊക്കെ. അതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. 100 വയസ്സ് തികഞ്ഞ അമ്പലപ്പാറയിലെ ഗ്രാമമുത്തച്ഛന്റെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. പൊട്ടച്ചിറ വീട്ടിൽ അബ്ദുറഹ്മാന്റെ 100ാം പിറന്നാളാണ് ഇന്ദിര കൾച്ചറൽ സൊസൈറ്റിയും നാട്ടുകാരും ചേർന്ന് ആഘോഷമാക്കിയത്. 100 വയസ്സ് തികഞ്ഞ അമ്പലപ്പാറയിലെ ഗ്രാമമുത്തച്ഛനായ പൊട്ടച്ചിറയിൽ അബ്ദുറഹ്മാന്റെ 100ാം പിറന്നാളാണ് ഇന്ദിര കൾച്ചറൽ സൊസൈറ്റിയും നാട്ടുകാരും ചേർന്ന് ആഘോഷമാക്കി മാറ്റിയത്. ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിക്കുകയും അബ്ദുറഹ്മാനെ ഹാരാർപ്പണം നടത്തുകയും ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ, അഡ്വക്കേറ്റ് സാജിദ്, P ദിവാകരൻ, T മുഹമ്മദ് അലി, V വാസു, P ദുറാവു, K കബീർ, KK സാജൻ, സൂര്യനാരായണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് സൈക്കിൾസ്, ടോയ്സ് എന്നിവയ്ക്ക് ആകർഷകമായ ഓഫറുകളുമായി ഉച്ചാരക്കടവിലെ KVM സൈക്കിൾ ആൻഡ് ടോയ്സ്. കൂടാതെ മെഗാ എക്സ്ചേഞ്ച് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. എല്ലാ സൈക്കിളുകൾക്കും 2 വർഷത്തെ വാറന്റിയും നൽകുന്നതോടൊപ്പം ബെല്ലും എയർ പമ്പും കണ്ണാടിയും സൗജന്യമായി നൽകുന്നു. കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാത്തരം സൈക്കിളുകളും KVMൽ ഉണ്ട്. ഹീറോ സൈക്കിൾസ്, ഹെർക്കുലീസ്, BSA, A1, കോസ്മിക്, ക്രോസ് എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ അംഗീകൃത ഡീലറാണ് KVM സൈക്കിൾ ആൻഡ് ടോയ്സ് ഷോറൂം.
സ്പോർട്സ് സൈക്കിളുകളുടെ വലിയ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഴയ ഏത് സൈക്കിളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സൈക്കിളുമായി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും KVM ഒരുക്കിയിട്ടുണ്ട്. പുതിയ എല്ലാ സൈക്കിളുകൾക്കും 2 വർഷത്തെ വാറണ്ടിയും നൽകുന്നതോടൊപ്പം ബെല്ലും എയർ പമ്പും കണ്ണാടിയും സൗജന്യമായി നൽകുന്നു. കുട്ടി കുസൃതികൾക്ക് കളിച്ചുല്ലസിക്കാനാവശ്യമായ ഇലക്ട്രിക് കാറുകൾ, ബൈക്കുകൾ കൂടാതെ വാക്കറും ട്രൈസൈക്കിളുകളും മറ്റാർക്കും നൽകാനാകാത്ത വിലയിൽ ഇവിടെയുണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ച് സൈക്കിൾസ്, ടോയ്സ് എന്നിവയ്ക്ക് ആകർഷകമായ ഓഫറുകളും KVM നൽകുന്നു. സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകളുടെ വലിയ ശേഖരവും KVMലുണ്ട്. പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലുള്ള വർക്ക്ഷോപ്പ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് അതിക്രമം ആരോപിച്ച് മണ്ണാർക്കാടും ഒറ്റപ്പാലത്തും കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. മണ്ണാർക്കാട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. കേരളത്തിൽ UDF ശക്തമായ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. CPMന് വരാൻ പോകുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ. 1000 നവകേരള സദസ്സുകൾ നടത്തിയാലും CPMന് കേരളത്തിൽ വോട്ട് ലഭിക്കില്ലെന്ന് PK ഫിറോസ്. മണ്ണാർക്കാട് നഗരസഭയിൽ അങ്കണവാടികൾ സ്മാർട്ടാക്കുന്ന പദ്ധതി വാർഡ് കൗൺസിലർമാരെ അറിയിച്ചില്ലെന്ന ആക്ഷേപം. കൗൺസിലിൽ വിഷയത്തെ ചൊല്ലി ബഹളം. സ്വന്തം ഇഷ്ടപ്രകാരം ICDS സൂപ്പർവൈസർ പദ്ധതി നടപ്പാക്കുന്നുവെന്ന് കൗൺസിലർമാർ. അട്ടപ്പാടിയിൽ കൂട്ടം തെറ്റി കിണറ്റിലകപ്പെട്ട കാട്ടാനക്കുട്ടിയെ വനം വകുപ്പ് രക്ഷപ്പെടുത്തി. ആനക്കുട്ടിയെ തമിഴ്നാട് വനമേഖലയിലേക്ക് വിട്ടയച്ചു. ക്രിസ്മസും ന്യൂ ഇയറും എത്തിയിട്ടും സപ്ലൈകോയിൽ വേണ്ടത്ര സബ്സിഡി സാധനങ്ങളും അരിയുമില്ലാത്തതിൽ പ്രതിഷേധം. ഷൊർണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സപ്ലൈകോ സ്റ്റോർ ഉപരോധിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.